ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ സിനിമ കാണാം. കെ സുധാകരൻ അടക്കമുള്ളവര് ഉള്ളിലിരുന്നിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം സമർത്ഥമായിട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. പോലീസ് കൂട്ടുനിൽക്കരുത്. ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്കെതിരായിട്ട് ശക്തമായ കേസെടുത്താൽ മാത്രമേ ഇവരെ ഇവിടുന്ന് പുറത്തുവിടൂ. അത് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. ഇവിടെ നെഹ്റു കോളേജിൽ അന്യായമായി നടന്ന വിദ്യാർത്ഥികൾക്കെതിരായിട്ട് നടക്കുന്ന ആ കേസ് കൊടുത്ത വിദ്യാർത്ഥിയെ സ്വാധീനിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് അതിന് കൂട്ടുനിൽക്കരുത്. നെഹ്റു ഗ്രൂപ്പിന്റെ ഉന്നതരായ ആളുകൾ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഞങ്ങൾ തടഞ്ഞു. അവർ ഉള്ളിലുണ്ട്. PK ദാസിൽ വർക്ക് ചെയ്യുന്ന പ്രേംകുമാർ, അതുപോലെ തന്നെ തിരുവില്ലാമലയിലെ കോൺഗ്രസ് നേതാവ് നവീൻ തുടങ്ങിയ ആളുകൾ ഇവിടെ ഉള്ളിലിരിക്കുന്നുണ്ട്. കെ സുധാകരൻ ഉള്ളിലിരിക്കുന്നുണ്ട്. സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ DYFIക്കാർ ഇവിടെ വളഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ എന്ത് ചർച്ചയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഇവിടെ എത്തിയെന്നുള്ളതാണ്? ഞാൻ ചർച്ചയ്ക്ക് എത്തിയത് ഒരു സ്വകാര്യ കാര്യത്തിലാണ്. ഇത് എൻ്റെ ഒരു കുടുംബ വീടാണ്. ഇത് കുമ്പക്കുടി ചന്ദ്രന്റെ വീട്, കുമ്പക്കുടി സുധാകരനാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കുടുംബത്തിലെ നമ്മുടെ വീടാണ്. നെഹ്റു കോളേജിന്റെ വിഷയത്തെ സംബന്ധിച്ചിട്ട് രണ്ട് പാർട്ടിയും അവരാ വിഷയത്തിന്റെ അകത്ത് മധ്യസ്ഥം വഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അവരാ പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മധ്യസ്ഥനായിട്ടുണ്ട്. അതിന്റെ ചർച്ചക്കാരുടെ വന്നത്. ആ ചർച്ച കഴിഞ്ഞു. അവർ ബന്ധപ്പെട്ടവരൊക്കെ പോയി. ഞാനേ പോകാൻ ബാക്കിയുള്ളൂ. അത് പിന്നെ നിങ്ങളൊക്കെ പറയേണ്ട കേസല്ല. ചർച്ച നടന്നു. പക്ഷേ ഇത്രയും വലിയൊരു വിവാദമായ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ജിഷ്ണു കേസല്ല ചോദിച്ചത്. ജിഷ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടു മുമ്പാണ് സംഭവമാണ്. വളരെ മൃഗീയമായ രീതിയിൽ മർദ്ദിക്കപ്പെട്ട ഒരാൾ ഇത്തരം ഒരു ഒത്തുതീർപ്പിൽ ഒരു രണ്ടാളുകളും ആവശ്യപ്പെട്ടാൽ ഒരു മധ്യസ്ഥനാകുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് എന്റേതായ കൺസെപ്റ്റ് അതിന്റെ അകത്തുണ്ട്. നിങ്ങളുടെ കൺസെപ്റ്റ് ആവണം, എന്റെ കൺസെപ്റ്റ് എന്നൊന്നുമില്ല. ന്യായമെന്ന് തോന്നുന്ന ഒരു വസ്തുതക്ക് മുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കും. അതിന് എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട. ഞാനിവിടെ വന്നത് ആ സംസാരിക്കാനാണ്, ചർച്ച നടത്താനാണ്. ചർച്ച നടത്തിയിരിക്കുന്നു. ഞാൻ തിരിച്ചു പോകുന്നു. ഇത് ന്യായമാണെന്നാണ് അങ്ങ് കരുതുന്നത്? തീർത്തും ഒരു വിഷയം തീർക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥനാകുന്നതിനകത്ത് ഒരു അതൊക്കെ അത് അവർക്കില്ലാത്ത പിന്നെ പ്രശ്നം നിങ്ങൾക്ക്. അവരൊക്കെ ചർച്ചക്ക് വന്നല്ലോ. അതിനെ ബന്ധപ്പെട്ട ആളുകൾ രണ്ട് വിഭാഗത്തിലാണ് ചർച്ചക്ക് വന്നു. അവർ പോവുകയും ചെയ്തു. ഞാൻ ഈ വിഷയം നമ്മളെ മുമ്പിൽ വന്ന വിഷയമല്ല. ഒന്നും വന്നില്ല. ജിഷ്ണുവിന്റെ വിഷയം മാത്രമേ ചർച്ച വന്നിട്ടുള്ളൂ. ഈ വിഷയം വേറെ സെപ്പറേറ്റ് വിഷയമാണ്. ആ വിഷയത്തിന്റെ അകത്ത് രണ്ടു കൂട്ടർക്കും രണ്ട് പാർട്ടിക്കും സ്വീകാര്യമാകുന്ന ഒരു മധ്യസ്ഥനാകുന്നതിന് എന്താ കുഴപ്പം? അതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് പാർട്ടിയുണ്ട്. വ്യക്തികളുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. രണ്ട് പാർട്ടിയുണ്ട്. രണ്ട് പാർട്ടിയായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകാൻ പോകുന്നത്. അതെനിക്കറിയില്ല. ഇത് CPM-ന്റെ എല്ലാ കാലത്തും കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കാടൻ സംസ്കാരമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കുടുംബ വീട്ടിൽ വന്ന് ഒരു കാര്യം സംസാരിച്ചു പോയതിന് ഇതിന് മുമ്പിൽ വന്ന ആൾ വന്ന് മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാം. ഇതെല്ലാം എല്ലാ നേതാക്കന്മാർക്കും ചെയ്യാം. CPM നേതാക്കന്മാർക്കും ചെയ്യാം. പിണറായി വിജയൻ ചെയ്യാം. മനസ്സിലായില്ലേ? ഞാൻ തൃപ്തനാണ്. തീർന്നമാ തൃപ്തനാണ് എന്നാണ് എന്റെ പ്രതീക്ഷ. ഇതൊന്നും ആ സുപ്രീം കോടതിയുടെ കേസൊന്നും അല്ല. ഈ കേസ് വേറെ കേസാണ്. ആയിക്കോട്ടെ. രണ്ട് പാർട്ടിയും തമ്മിൽ അതൊക്കെ ഞങ്ങൾ എന്റെ തീരുമാനം നിങ്ങളുടെ തീരുമാനമല്ല. എന്റെ തീരുമാനം അതുകൊണ്ടാണ് ഇടപെട്ടത്. രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാകുന്ന ഒരു മധ്യസ്ഥനാകുന്നതിന് എന്താ തെറ്റ്? ഞാൻ എൻഫോഴ്സ് ചെയ്യാൻ വന്നതല്ലോ. ഞാൻ ആരെയും അവരെ പ്രഷർ ചെയ്യാൻ വന്നതല്ലോ. ഞാൻ
ഞാൻ രണ്ടു കൂട്ടരും പറഞ്ഞു, നിങ്ങൾ രണ്ടു കൂട്ടരും ആവശ്യപ്പെടുന്നു ഞാനൊരു മധ്യസ്ഥനാകണം. ഞാൻ മധ്യസ്ഥനായിരിക്കുന്നതിൽ എന്താ തെറ്റ്? അതിപ്പോൾ ഞാൻ ന്യായീകരിക്കുന്നു, ആ സ്റ്റാൻഡ് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് ന്യായമാണ് ഞാൻ കരുതുന്നു. ഏത് ഒരിക്കലും അല്ല. അങ്ങനെ അവരവർ വരും. അവിടെ പരാതി കൊടുത്തവർക്ക് ഈ തർക്കത്തിൽ തീർക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരിവിടെ വരുമോ സംസാരിക്കാൻ? ആരും ബലാത്കാരം കൊണ്ടുവന്നൊന്നുമല്ലല്ലോ, അവർ വന്നതല്ലേ സ്വയമേവ. അത് പറയാനായിട്ടില്ല. ശരി, അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനേക്കാൾ വലിയ വലിയ കേസുകളൊക്കെ ഒരുപാട് മധ്യസ്ഥം പറഞ്ഞു തീർത്താളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ അകത്തൊരു പുതുമയൊന്നുമില്ല. ഒരുപാട് കേസ് ഞാനിതുപോലെ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും എന്റെ അഭിപ്രായവും നിങ്ങൾ ഞാൻ അറിയിച്ചു മാനമായി അന്തസ്സായി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ചോദിച്ച ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. കണ്ടിടത്തോളം കഥ മനസ്സിലായി കാണുമല്ലോ. നെഹ്റു കോളേജിന്റെ മുതലാളിമാരെ രക്ഷിച്ചെടുക്കുകയാണ് സുധാകരേട്ടന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ നിലപാട് ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. ന്യായമെന്ന് തോന്നുന്ന ഒരു വസ്തുതക്ക് മുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കും. അതിന് എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട. ആരുടെയും എന്നാൽ ആരുടെയും പിന്തുണ വേണ്ട, കോൺഗ്രസുകാരുടെ പോലും. അതാണ് സുധാകരൻ, കെ സുധാകരൻ. ശ്രീമാൻ കെ സുധാകരൻ ഇന്നലെ നെഹ്റു കോളേജ് അധികൃതരുമായും ചർച്ച നടത്തിയ കാര്യം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കണ്ടു. ജിഷ്ണു പ്രൊഡായുടെ ഭരണവുമായും നെഹ്റു കോളേജുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല. ശ്രീ സുധാകരൻ പാർട്ടിയോട് ആലോചിക്കാതെയോ ചർച്ച ചെയ്യാതെയാണ് അവിടെ മധ്യസ്ഥ ശ്രമത്തിന് പോയത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടാനും മധ്യസ്ഥതയ്ക്ക് പോകാനും പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇതേക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം അറിയാൻ. വിശദീകരണം എന്തറിയാൻ? മധ്യസ്ഥൻ മധ്യസ്ഥ പണിക്ക് പോകുന്നു, അതിലെന്ത് വിശദീകരണം? രണ്ടാളുകളും ആവശ്യപ്പെട്ടാൽ ഒരു മധ്യസ്ഥനാകുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് എന്റേതായ കൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതായത് മധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്, കൃത്യമായി പറഞ്ഞാൽ ബിഗ് ബിസിനസ്സാണ്. ഇങ്ങനെ ചില വലിയ വലിയ കേസുകളിൽ മധ്യസ്ഥം വഹിച്ചിട്ടാണ് നമ്മുടെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ജീവിച്ചു പോകുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ MP-യോ MLA-യോ ആയെന്ന് കരുതി അതിൻ്റെ പെൻഷൻ കൊണ്ടല്ല ജീവിതകാലം മുഴുവൻ കഴിയുന്നത്. ഇങ്ങനെ ഓരോ ബിസിനസ് ചെയ്തിട്ടാണ്. സുധാകരേട്ടനാണെങ്കിൽ പ്രൊഫഷണൽ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഇടപെടാൻ ആവതില്ലാത്തതിനാൽ പൊളിമിക്സ് പിന്മാറുകയാണ്. നന്ദി, നമസ്കാരം.